ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ സെലിബ്രിറ്റി ഗസ്റ്റ് മമ്മാസ് സിനിമാ കമ്പനി എന്ന മൂവിയുടെ സംവിധായകൻ. ഇടുക്കിയായിട്ട് ഒരുപാട് ബന്ധമുണ്ടല്ലോ. ഇടുക്കിയിൽ വെച്ചുള്ള മമ്മാസിന്റെ ഒരു പ്രണയകഥ പറയൂ. ഇടുക്കിയിൽ കുറേ പ്രണയകഥകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ചെറുപ്പകാലമായിരുന്നു ഇടുക്കിയിൽ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എൻ്റെ ഒരു സഹയാത്രിക ഉണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ. ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു സ്ഥിരം പോക്കും വരവൊക്കെ. ആളുകൾ കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കളിയാക്കുന്ന ആളുകൾ പറയും, ഇവരിപ്പോൾ എന്നും പോകുന്ന ആളുകൾ. ആ യാത്രയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത് ശരിക്കും പ്രണയത്തിൻ്റെ ഒരു ഇതിലല്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. ഇടയ്ക്ക് വെച്ചത് പ്രണയമായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇന്ന് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. സിനിമ, എൻ്റെ സ്വപ്നങ്ങൾ, അവളുടെ സ്വപ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളായിരുന്നു അന്ന് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ഞാൻ പുതിയൊരു കഥയുണ്ടാക്കിയാൽ അത് പറയും. അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര രസമുള്ളൊരു റിലേഷനായിരുന്നു. പിന്നീട് അത് ബ്രേക്കായി പോയി. ബ്രേക്കാന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ പെട്ടെന്ന് തന്നെ വിവാഹപ്രായത്തും നമുക്കതാവില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വിവാഹം കഴിച്ച് പോകേണ്ടി വന്നു കുട്ടിക്ക്. ഫസ്റ്റ് ലവ് അതായിരുന്നല്ലേ? അതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ബ്രേക്കപ്പും അതെ, അത് പോയതുകൊണ്ട് അത് ബ്രേക്കപ്പ് എന്ന് പറയാം. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അത് ലവ് എന്നുള്ള രീതിയിലല്ല, പരസ്പര ബഹുമാനമുള്ള രണ്ടുപേർ എന്നുള്ള നിലയിൽ സംസാരിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളേ ഇല്ല. പരാതികളും പരിഭവങ്ങളും ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ്. പ്രണയിക്കുന്ന എല്ലാവരും കൊതിക്കുന്ന ഒന്നാ അത്. പക്ഷെ പലപ്പോഴും പ്രണയം കഴിഞ്ഞിട്ട് അത് കിട്ടുന്നെങ്കിൽ എന്ന് പറയാനാ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് മമ്മാസ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് ഫൺ. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ മമ്മാസ്. സിനിമാ കമ്പനിയിൽ 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. ഇത്ര ഒരുപാട് ഗ്യാങ്ങുകളുണ്ട്. ഇക്കൂട്ടത്തിൽ ഒരാൺകുട്ടിക്ക് ആ പെൺകുട്ടിയോട് പ്രണയം തോന്നിയാലോ? കുറ്റം പറയാൻ പറ്റില്ല. തോന്നുന്നത് 2 പേർക്കാണെങ്കിലോ? അതിനെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ നടക്കുള്ളൂ. അപ്പോൾ വിഷമവും തോന്നാൻ പാടില്ല. നമീനയുടെ ഗ്യാങ്ങിൽ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം. 2 പേർക്ക് നമീനയോട് ഒരുപോലെ ഇഷ്ടം. പക്ഷേ എന്താ പറയാനുള്ളത്? ഒരു പെൺകുട്ടിയോട് അട്രാക്ഷൻ തോന്നുക എന്നുള്ളത് മോശം കാര്യമല്ല. തോന്നിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അവളെന്താണ്, അവളെന്താകാനാണ് അവളുടെ ആഗ്രഹം, അവളാരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെയല്ല, അവൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള മറ്റൊരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറുക എന്നുള്ളതല്ലാതെ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളെയും നമുക്ക് പ്രണയിക്കാൻ പറ്റില്ല. നല്ല പെൺകുട്ടികളെയും കല്യാണം കഴിക്കാൻ പറ്റില്ല. വെരി ട്രൂ. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ അടുത്ത മനോഹരമായ ഗാനങ്ങളുടെ സമയമായിരിക്കുകയാണ്. ബി വിത്ത് മീ റീനു ആൻഡ് മമ്മാസ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഇത്രയും നേരം നമ്മുടെ കൂടെ മമ്മാസ് ഉണ്ടായിരുന്നു, സിനിമാ കമ്പനി എന്ന മൂവിയുടെ ഡയറക്ടർ. മമ്മാസ്, താങ്ക് യു. പോകുന്നതിന് മുന്നേ പ്രണയത്തെക്കുറിച്ച് 2 വാക്ക് പറയോ? പ്രണയം ഇപ്പോഴും ഒരു സുഖമുള്ള അനുഭവമാണ്. അത് എന്നെ സംബന്ധിച്ച് പ്രണയം പല രീതികളിലാണ്. സിനിമയോട് എനിക്ക് പ്രണയമാണ്, ജീവിതത്തോട് പ്രണയമാണ്, നല്ലൊരു പുസ്തകം വായിച്ചാൽ പ്രണയമാണ്. പ്രണയം ഏതവസ്ഥയിലും എപ്പോഴും മനുഷ്യനുണ്ടാകുന്ന കാര്യമാണ്. ലാലേട്ടൻ പറഞ്ഞ പോലെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. പ്രണയമാണ് ഈ ലോകത്ത് നിലനിർത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമാണ്. ഇഷ്ടമില്ലെങ്കിൽ, ഇഷ്ടപ്പെടാൻ ഒരാളില്ലെങ്കിൽ ജീവിതത്തിന് എന്താ അർത്ഥം? ലാലേട്ടൻ പറഞ്ഞതായിട്ട് ശരി. പ്രണയിച്ചു കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ നിന്ന് മമ്മാസ് യാത്രയാവുക. പക്ഷെ റീനു ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നേ, നമുക്ക് ഇനി സംസാരിക്കണ്ടേ? സംസാരിച്ച് സമയം പോയത് അറിഞ്ഞേയില്ല. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു. ഇത്രയും നേരം നമ്മുടെ കൂടെ മമ്മാസ് ഉണ്ടായിരുന്നല്ലേ. കണ്ടില്ലേ, ഫ്രണ്ട്ഷിപ്പും ലവും ഒക്കെ ഇങ്ങനെ അടുത്തടുത്താ കിടക്കുന്നത്. കൂട്ടുകൂടി പ്രണയിക്കാൻ പോകുന്നവരോട് കക്ഷി പറഞ്ഞു കേട്ടല്ലോ. ഇറ്റ് ഈസ് നോട്ട് ദി റൈറ്റ് വേ. ലവ് ഹാസ് ടു ഹാപ്പൺ. അല്ലാതെ അതിനു വേണ്ടി ചെന്ന് കൂട്ടുകൂടി പിന്നെ അത് പ്രണയമായൊക്കെ കഴിഞ്ഞാൽ പഴയ ബന്ധത്തിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല കേട്ടോ. ഒരു ബ്രേക്കപ്പ് വന്നാൽ പഴയ ഊഷ്മളത ഒരിക്കലും കിട്ടത്തില്ല. കൂടുതലൊന്നും പറയുന്നില്ല, ഉറക്കമൊക്കെ വന്നു തുടങ്ങി. പോകുന്നതിന് മുന്നേ പറയട്ടെ, ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസണിങ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ലവ്. ആൻഡ് മീ റീനു. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.